ഇക്കാര്യത്തിൽ ഇപ്പോൾ എക്സൈസ് എന്താണ് പറയുന്നത്? അതെ, എക്സൈസിന്റെ പരിശോധന തുടരുകയാണ്. സർക്കിൾ എക്സൈസ് ഇൻസ്പെക്ടർ റിപ്പോർട്ടർ ടിവിയോട് സംസാരിക്കുന്നുണ്ട്. സാർ, ഇതിൽ എന്തൊക്കെ വയലേഷൻസ് ആണ് സംഭവിച്ചിരിക്കുന്നത്? സാർ, വയലേഷൻ അത് വെരിഫൈ ചെയ്താലേ അറിയാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ സ്റ്റോക്ക് രജിസ്റ്റർ പരിശോധിക്കണം. പിന്നെ ഇതിൻ്റെ ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കൂടിയാണോ കൊടുക്കുന്നതെന്ന് വെരിഫൈ ചെയ്യണം. അപ്പോൾ സ്റ്റോക്ക് രജിസ്റ്റർ നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ എന്താണ് വയലേഷൻ അറിയാൻ പറ്റത്തുള്ളൂ. ഇവിടെ നിന്ന് ഒഴിച്ചു കൊടുക്കാൻ കഴിയുമോ സാറേ? അല്ല, ഇവിടുന്ന് പൊട്ടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ബോട്ടിലായിട്ടേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ബോട്ടിലായിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ബോട്ടിലാണെങ്കിൽ തന്നെ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ വേണം. അതെ, പ്രിസ്ക്രിപ്ഷൻ വേണം. അതിനൊരു സ്റ്റോക്ക് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനെല്ലാം കൃത്യമായ എന്ത് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ പറയുന്നുണ്ട്. അതനുസരിച്ച് എത്ര സ്റ്റോക്ക് എന്നുള്ളതൊക്കെ അറിയണം. അതറിയണം. ഇപ്പം നിലവിലിപ്പം ഇതിൻ്റെ ആളിവിടെ കാണുന്നില്ല. ഈ കാര്യസ്ഥനാണുള്ളതെന്ന് പറയുന്നത്. എന്താ ലൈസൻസ് വിളിച്ചിട്ട് അത് വെരിഫൈ ചെയ്തിട്ട് നമുക്കിപ്പോൾ നിലവിൽ എന്തെങ്കിലും വയലേഷൻ ഉണ്ടെങ്കിൽ പറയാൻ പറ്റത്തുള്ളൂ. വെരിഫൈ ചെയ്താൽ പറയാൻ പറ്റത്തില്ല. ഇതിൽ മറ്റൊന്ന്, ഇതിലൊക്കെ കൃത്യമായി എന്തൊക്കെയാണ് കണ്ടന്റ് എന്ന് രേഖപ്പെടുത്തണമല്ലോ സാറേ? ആ നിലയിലുള്ള പരിശോധന കണ്ടന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിൽ ആൽക്കഹോൾ കണ്ടന്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ബാക്കിയുള്ള എല്ലാത്തിനും ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം കണ്ടന്റ്. ആൽക്കഹോൾ ആണെങ്കിൽ അതും രേഖപ്പെടുത്തേണ്ടത്. യെസ്, എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് രേഖപ്പെടുത്തണം. എങ്കിൽ മാത്രമേ നമ്മൾ ഇതിൻ്റെ രാസപരിശോധന നടത്തുമ്പോൾ അതിൽ കൂടുതലാണോ കുറവാണോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മൾ പറഞ്ഞ വാർത്തയിൽ കാണിച്ച ഒരു അരിഷ്ടമാണ് മുസ്താരിഷ്ടം. മുസ്താരിഷ്ടത്തിലാണ് ഇങ്ങനെ ഈ രൂപത്തിൽ മുസ്താരിഷ്ടം അടക്കമുള്ള അരിഷ്ടങ്ങളിലാണ് ഈ പ്രശ്നമുള്ളത്. എന്തൊക്കെ സംഭവിച്ചാലും അരിഷ്ടം ഇവിടെ ഇങ്ങനെ തുറന്നു ഒഴിച്ച് ഗ്ലാസ്സിൽ വീഴ്ത്തി കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അത് എക്സൈസ് ഓഫീസേഴ്സ് പറയുന്നുണ്ട്. നമുക്ക് ഈ സ്റ്റോക്ക് കാണാം. ഇങ്ങനെയൊന്നും ഇത്ര സ്റ്റോക്ക് ഇവിടെ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കൃത്യമായ പരിശോധനകൾ വേണ്ടിവരും. കൃത്യമായ പരിശോധനകൾക്ക് ശേഷം ഇത് അഭയാരിഷ്ടം, അങ്ങനെ പലതരം അരിഷ്ടങ്ങളാണ്. ഈ അരിഷ്ടത്തിനകത്തൊക്കെ എന്തൊക്കെ ചേർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം രേഖപ്പെടുത്തേണ്ടതാണ്. ഇവിടെ അങ്ങനെ ഒരു ചെറിയൊരു എന്തൊക്കെയാണ് ഇതിലെ കണ്ടൻറ്റുകളെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും ആൽക്കഹോൾ കണ്ടൻറ്റ് എത്രയാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. അത് രേഖപ്പെടുത്തേണ്ടതാണ്. ഒപ്പം തന്നെ ഡോക്ടറുടെ കൃത്യമായ കുറിപ്പടിയില്ലാതെ ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള അരിഷ്ടങ്ങൾ വിൽക്കാൻ പാടുള്ളതല്ല എന്നതാണ്. ഇനി അഥവാ കുറിപ്പടി ഉണ്ടെങ്കിൽ തന്നെ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്ത് ഇവിടെ ഒരു മദ്യശാലയാക്കി മാറ്റുന്ന രീതി. അതിൽ പാലോട് ഈ മുസ്താരിഷ്ടം ദഹനക്കേടിനൊക്കെ കൊടുക്കുന്നതാണ്. ദഹനക്കേടിനും വയറിളക്കത്തിനും ഒക്കെ കൊടുക്കുന്ന മരുന്നാണ്. അതാണ് ആളുകൾ അവിടെ നിന്ന് കുടിച്ചിട്ട് പോകുന്നത്. അതെ, ദഹനക്കേടിനുള്ള മരുന്നാണ്. പക്ഷേ ഇത് കൈവിറയലിന്, നേരത്തെ അരുൺ പറഞ്ഞല്ലോ, കൈവിറയൽ മാറാനുള്ള മരുന്നായിട്ടാണ് ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നത് എന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെയൊക്കെ കണ്ടൻറ്റുകൾ പരിശോധിക്കുമ്പോൾ മാത്രമാണ് കൂടുതൽ സ്ഥിരീകരണം എക്സൈസിന് ലഭിക്കുക. എക്സൈസ് നമ്മൾ വന്നതുകൊണ്ടാവണം, അത് ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവണം. ഇവിടെ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്ന ഈ സമയത്ത് ഉണ്ടാകേണ്ട തിരക്ക് ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇതിൻ്റെ ഉടമസ്ഥനും ഇവിടെ ഇല്ല. ഇവിടെ ഒരു ജീവനക്കാരൻ മാത്രമാണുള്ളത്. ജീവനക്കാരനെ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയില്ല എന്നാണ് പറയുന്നത്. ഏതായാലും എക്സൈസിൻ്റെ ഭാഗത്തു നിന്നുള്ള പരിശോധനകൾ തുടരുകയാണ്. സുജയ, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കേണ്ട മരുന്നാണ്. പ്രായമായവർ, അതായത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ടൊക്കെ പല ആയുർവേദ കടകളിൽ നിന്നുമൊക്കെ വാങ്ങാറുള്ള മരുന്നാണ്. ഈ മുത്തങ്ങ കിഴങ്ങൊക്കെ ചേർന്ന് ഉണ്ടാക്കേണ്ട മരുന്നാണ് ഇവിടെ ഇപ്പോൾ ലഹരിക്കായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അരുൺ സോളമൻ, കുട്ടികൾക്ക് ഈ മുസ്താരിഷ്ടം ദിവസവും കൊടുത്താൽ ഈ കുട്ടികളുടെ ഈ ഗ്രഹണിയൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാറുള്ള മരുന്നാണ്. അപ്പോൾ ഈ അജീർണത്തിനൊക്കെ കൊടുക്കുന്ന ആ മരുന്നാണ് ഈ 40-50 വയസ്സുള്ള ആളുകളൊക്കെ നിന്ന് ഒരു ബോട്ടിൽ ഒന്നാകെ അങ്ങ് കുടിക്കുന്നത് അല്ലേ? അരുൺ സോളമൻ, പ്രധാനമായും ഈ പെരുങ്കടവള എന്ന് പറയുന്ന സ്ഥലത്തെ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ് തങ്കരാജ്. തങ്കരാജിന്റെ ഈ കടയാണ് നമ്മളിവിടെ ഈ കാണുന്ന പ്രധാനപ്പെട്ട ജംഗ്ഷനിലെ പ്രധാനപ്പെട്ട ജീവൻ ആയുർവേദ ട്രെയിനിങ് സെന്റർ എന്ന പേരിലാണ് ഈ കട ആരംഭിച്ചിരിക്കുന്നത്. ഇതിലെഴുതി നോക്ക്, BSS ഡിപ്ലോമ ഇൻ ആയുർവേദ മസാജ് ആൻഡ് പഞ്ചകർമ്മ തെറാപ്പി. ഇത്തരത്തിൽ വളരെ വിപുലമായിട്ട് ഒരു ഷോപ്പ് നടത്തുന്നു. അതിൽ തൊട്ടപ്പുറത്ത് പരസ്യം നോക്കിയാൽ വണ്ണം കുറയ്ക്കാൻ വരൂ ജീവനിലേക്ക്. ഇത്തരത്തിൽ വളരെ രീതിയിൽ ഔഷധിയുടെ ഒരു ഷോപ്പ് കൂടി തൊട്ടടുത്തുണ്ട്. വലിയ ഇത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ആയുർവേദത്തിന്റെ മറവിൽ നടത്തി വരുന്നത് കാലങ്ങളായിട്ട്, അതും നടത്തി വരുന്ന ഒരു പ്രധാനപ്പെട്ടത് ഒരു CPM പ്രവർത്തകനാണോ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പെരുങ്കടവള സ്വദേശിയുള്ള തങ്കരാജാണ്. തങ്കരാജ് വ്യാപാരി വ്യവസായിയുടെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. അദ്ദേഹം കുറച്ച് വർഷങ്ങളായിട്ട് ഇത്തരത്തിൽ ഈ ഒരു പ്രവർത്തനം നടത്തി വരുമ്പോൾ ഈ കടയിൽ ഇത്തരത്തിൽ ഈ പ്രവർത്തനം അവസാനിപ്പിക്കാനായിട്ട് പാർട്ടി കൂടി ഇടപെട്ടിട്ടുണ്ട്. ഇത് പലപ്പോഴും ഇത് അവസാനിപ്പിക്കണം എന്നുള്ളത് CPM-ന്റെ പെരുങ്കടവള ലോക്കൽ കമ്മിറ്റി അംഗം പറഞ്ഞിട്ടും കേൾക്കാതെയാണ് അദ്ദേഹം ഇത്തരത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളത്. പാർട്ടിക്കും അപമതിപ്പായിട്ടുള്ള, പാർട്ടിക്ക് അപമാനമായി മാറിയ ഒരു പ്രവർത്തനമായി ഈ കാര്യങ്ങൾ മാറി. സമൂഹത്തിലുള്ള ചെറുപ്പക്കാരെ അടക്കം മദ്യപിക്കുന്ന രീതിയിലേക്ക്, അരിഷ്ടം എന്ന് പറയുമ്പോൾ ഒരു ആയുർവേദം കൂടിയാണെന്നുള്ളൊരു തെറ്റായ ധാരണ യുവാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു. തുടക്കത്തിൽ ഞാൻ
പറഞ്ഞതുപോലെ ഒരു പ്രായമായിട്ടുള്ള ഒരു 40-60 വയസ്സായിട്ടുള്ള പ്രായമായിട്ടുള്ള മനുഷ്യന്മാരെയാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ കണ്ട ഞെട്ടലുളവാക്കിയ കാര്യം പ്രധാനമായും ഡ്രൈ ഡേ പോലുള്ള അല്ലെങ്കിൽ ഗാന്ധി ജയന്തി പോലുള്ള ശ്രീനാരായണ ഗുരു ജയന്തി പോലുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ബെപ്കോ ഔട്ട്ലെറ്റുകൾ ബാറുകളൊക്കെ അവധിയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ ഈ അരിഷ്ടത്തിന്റെ മറവിൽ മദ്യം വിൽക്കുന്നു. പ്രധാനമായിട്ടും ബിയറിൻ്റെയൊക്കെ അളവുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 4% മുതൽ 8% വരെയാണ് കിങ് ഫിഷർ അടക്കമുള്ള പ്രധാനപ്പെട്ട ബ്രാൻഡുകൾ. ഹെനിക്കൺ പോലും 5% മാത്രമാണ് ആൽക്കഹോൾ ഉള്ളത്. ആ ഒരു ഘട്ടത്തിൽ നോക്കുമ്പോൾ 650 മില്ലി ലിറ്റർ അളവുള്ള 2 കുപ്പി കുടിച്ചാൽ പോലും 450 മില്ലിയുടെ ഒരു കുപ്പി കുടിക്കുമ്പോഴേക്കും അതിൻ്റെ ഒരു കിക്കാവുന്നു എന്നുള്ളത് തന്നെയാണ് സമൂഹത്തിലുള്ള ആൾക്കാർ പറയുന്നത്. പ്രധാനമായും സുജയ 110 രൂപയാണ് ഈ കുപ്പിയുടെ പുറത്തിട്ടിരിക്കുന്ന വില. പക്ഷേ ഇവിടെ വിൽക്കുന്നത് 70 രൂപയ്ക്കാണ്. അപ്പോൾ തുച്ഛമായിട്ടുള്ള വില ഒരു സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിരമായി മദ്യപിക്കുന്ന തലയ്ക്ക് ലഹരി വേണമെന്നുള്ള ആവശ്യമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഓടി വരുന്ന ഒരിടമായി മാറും. കാരണം ബെപ്കോയിൽ പോയാൽ പോലും ഇത്തരത്തിൽ കിക്കാവുന്ന ഒരു സാധനം കിട്ടില്ല, അതും ഇത്ര തുച്ഛമായിട്ടുള്ള വിലയിൽ. പ്രധാനമായിട്ടും 450 മില്ലിയാണ് 70 രൂപയ്ക്ക് വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് കൊടുക്കുന്നത്. അതിനർത്ഥം ഇത് കേരളത്തിൽ നിന്നുള്ള മദ്യമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. തൊട്ടടുത്ത് അതിർത്തി പ്രദേശമാണ്, പെരുങ്കടവളയാണ്. തൊട്ടടുത്ത തമിഴ്നാട്ടിൽ നിന്നും വില കുറഞ്ഞു കിട്ടുന്ന മദ്യം ഇവിടെ ഒഴുകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു സ്ഥാപനത്തിന്റെ എവിടെ നിന്നാണ് മദ്യം വരുന്നുള്ളൊരു അന്വേഷണം ഇനി ഉണ്ടാവേണ്ടതുണ്ട്. എക്സൈസ് സംഘം ആ ഒരു ഒറ്റശേഖരമംഗലം എന്ന ഒരു സ്ഥലപ്പേര്